ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എംപ്ലോയബിലിറ്റിനെ പറ്റിയിട്ടാണ്. ജോലി സാധ്യതകൾ, അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റർവ്യൂസ്, ഇങ്ങനത്തെ കോൾസ് ഒക്കെ വരാനായിട്ട് ഇന്ന് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കോൾസ് നമുക്ക് എങ്ങനെ വരും, എങ്ങനെയാണ് നമ്മളൊരു റിക്രൂട്ടറിന്റെ അറ്റൻഷൻ സീക്ക് ചെയ്യുക? ഒരുപാട് പേര് ജോബ് ആപ്ലിക്കേഷൻസ് ഇടാറുണ്ട്. ഇടുന്ന ജോബ് ആപ്ലിക്കേഷൻസിനൊന്നും ഒരു പക്ഷേ നമ്മുടെ ഇവിടെ ഒരു 100-95 പേർക്കും പലപ്പോഴും ഇതിന്റെ ഒന്നും ഇൻപുട്ട് കിട്ടുന്നുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ, അപ്പുറത്ത് നമുക്ക് കോൾസ് വരുന്നുണ്ടാവില്ല. എന്തായിരിക്കും അതിന്റെ കാരണം? ഇവർ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കാണുന്നില്ലേ, അതോ ആപ്ലിക്കേഷൻ ഒന്നും കാണാൻ പറ്റാത്തതാണോ, അതോ ഇനി മനഃപൂർവ്വം ഇഗ്നോർ ചെയ്യുന്നതാണോ എന്നുള്ള സത്യാവസ്ഥയിലൊക്കെയാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത്. നോർമലി നമ്മളൊരു ജോബ് ആപ്ലിക്കേഷൻ ഇടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോബ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു മീഡിയം വഴി നമ്മുടെ റിക്രൂട്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഫോർ എക്സാമ്പിൾ, അത് ഏതെങ്കിലും ഒരു ATS വഴിയാവാം, അല്ലെങ്കിൽ കമ്പനിയുടെ തന്നെ വെബ്സൈറ്റ് വഴിയാവാം. ഇതൊന്നും പോരാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ജോബ് ബോർഡ്സ് വഴിയാവും. അപ്പൊ ഇത് എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്നാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഇന്നിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ജോബ് പോർട്ടൽ വഴിയാണെങ്കിൽ എങ്ങനെയാണ് ആ ജോബ് പോർട്ടൽ വഴി അത് അപ്ലൈ ചെയ്യുന്നത്? ലൈക്ക് ഇപ്പൊ ലിങ്ക്ഡിൻ ആണെന്ന് വിചാരിക്കുക. ലിങ്ക്ഡിൻ ആണെങ്കിൽ ലിങ്ക്ഡിനിൽ കയറുന്നു, ജോബ് ആപ്ലിക്കേഷൻ കാണുന്നു. ജോബ് ആപ്ലിക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളോട് ജോബ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഫോർ എക്സാമ്പിൾ ഇത് നോക്കറിയിലേക്കാണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യുന്നു? സെയിം സ്റ്റെപ്പ്. ജോബ് ആപ്ലിക്കേഷൻ കാണുന്നു, നമ്മൾ ജോബ് ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യുന്നു, അതിന്റെ ആപ്ലിക്കേഷൻ പോകുന്നു. ഇനി ഇവിടം തൊട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് മേജർ ഫാക്ടർ. കമ്പനിയുടെ റിക്രൂട്ടേഴ്സ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതേ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ഇവർക്ക് ഒരു ലിസ്റ്റിംഗ് കിട്ടും, ഒരു റാങ്കിങ് കിട്ടും. ഈ റാങ്കിങ് വഴിയാണ് അവർ പലപ്പോഴും കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ വേറെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ജോബ് ആപ്ലിക്കേഷൻസ് ഒന്നും അന്ന് ഒരുപക്ഷെ കമ്പനി ആയിരിക്കില്ല, അത് അവിടുത്തെ റിക്രൂട്ട്മെന്റ് വെൻഡേഴ്സ് ആയിരിക്കും, ഏജൻസികളായിരിക്കും, കൺസൾട്ടിങ് കമ്പനീസ് ആയിരിക്കും. അപ്പൊ ഇവരൊക്കെയാണ് ഈ പറയുന്ന ജോബ് ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇനി മുമ്പോട്ട് സംസാരിക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷൻ എങ്ങനെ കറക്റ്റായിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫർദർ വീഡിയോസിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഒരു ജോബ് ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ജോബ് ആപ്ലിക്കേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യം. നിങ്ങളുടെ റെസ്യൂമെ ഇൻ ഹാൻഡ് വെക്കുക. റെസ്യൂമെ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഞാൻ മുമ്പ് റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. റെസ്യൂമെ എന്ന് പറയുന്നത് ബയോഡേറ്റയോ അല്ലെങ്കിൽ വളരെ പേഴ്സണൽ ഇൻഫോർമേഷൻ അടങ്ങുന്ന ഒരു ഡോക്യുമെന്റ് അല്ല. നിങ്ങളുടെ ക്ലിയർ കട്ട് ആയിട്ടുള്ള കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഓക്കെ, അപ്പം ഒന്ന്, ഒരു പ്രോപ്പർ റെസ്യൂമെ ഇൻ ഹാൻഡി ആയിട്ട് വെക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ജോലിയുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ വായിച്ചു വെച്ചിട്ടുണ്ടാവാം. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു വെച്ചതിൻ്റെ പുറത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ അകത്ത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ ജോലിയുടെ സംഭവങ്ങൾ, എന്താണ് ആ ജോബ് നമുക്ക് വേണ്ടി റിക്വയർ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പം അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ, ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഫർദർ അതിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ വായിച്ചു, അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കീവേഡ്സിനെ നമ്മൾ പിക്ക് ചെയ്യുക. കീവേഡ്സിനെ നമ്മൾ പിക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു HR മാനേജറിന്റെ ജോബിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഇപ്പോൾ HR മാനേജറിന്റെ ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എന്താ ശ്രദ്ധിക്കുന്നത്, ആ HR മാനേജറിന് വേണ്ട സ്കിൽ സെറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ തന്നെ ലിസ്റ്റ് ഡൗൺ ചെയ്യുക. ശ്രദ്ധിക്കണം, ഇന്ന് പണ്ടത്തെ പോലെ ആരും റിക്രൂട്ടേഴ്സ് ആരും കയറിയിട്ട് ഈ പറയുന്ന ഡോക്യുമെന്റ് 1 by 1 ആയിട്ട് വായിച്ചു നോക്കുന്നില്ല. റിക്രൂട്ടേഴ്സ് ഇതിനെയൊക്കെ എടുത്ത് ഒരു സോഫ്റ്റ്വെയറിന്റെ അകത്തേക്ക് ഇട്ട് ആ സോഫ്റ്റ്വെയർ വഴി, ആ സോഫ്റ്റ്വെയർ തന്നെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും? സോഫ്റ്റ്വെയറിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഒരു കീവേഡ് ഉണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കീവേഡ് വെച്ചിട്ടാണ് സോഫ്റ്റ്വെയർ മാച്ച് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, HR മാനേജറിന് വേണ്ട പെർഫോമൻസ് അപ്രൈസൽ, റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് അക്വിസിഷൻ, അല്ലെങ്കിൽ സാലറി അപ്രൈസൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ആ കീവേഡ്സ് ഒക്കെ ആരുടെ റെസ്യൂമിലാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്ട് ചെയ്ത് അവരെയാണ് ATS സിസ്റ്റം ഏറ്റവും മുകളിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന കീവേഡ്സ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എല്ലായിടത്തും റിഫ്ലക്ട് ചെയ്യണം. അത് നിങ്ങളുടെ റെസ്യൂമേൽ റിഫ്ലക്ട് ചെയ്യണം, അത് നിങ്ങളുടെ ജോബ് ആപ്ലിക്കേഷനിൽ റിഫ്ലക്ട് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റവും പ്രിപ്പയർഡ് ആക്കി വെക്കുക. ഒരു CV വെച്ചിട്ട് നമുക്ക് എല്ലാ ജോലിക്കും അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ധാരണ മാറ്റിയെടുക്കുക. കാരണം പല ജോലിക്കും പല റിക്വയർമെന്റ് ആയിരിക്കും. ഈവൻ നിങ്ങളൊരു HR പൊസിഷൻ തന്നെയാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് പൊസിഷനാണ് നോക്കുന്നതെന്ന് വിചാരിക്കുക, ഇതും അല്ലെങ്കിൽ ഒരു സെയിൽസ് പൊസിഷനാണ് നോക്കുന്നതെന്ന് വെച്ചാൽ, ഏത് റോള് നോക്കിയാലും ആ റോള് ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പൊ എല്ലാ സെയിൽസ് റോളിലേക്കും എല്ലാ കമ്പനിയും ചോദിക്കുന്ന കാര്യങ്ങൾ ഒന്നാവണമെന്നില്ല, അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അപ്പം ഇതാണ് ജോബ് ആപ്ലിക്കേഷന്റെ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇതിൽ പലരും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മുമ്പോട്ടുള്ള ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആവാനായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്തേക്കാം. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലിങ്ക്ഡിൻ.
ലിങ്ക്ഡിനാണ് ഇന്നത്തെ ഏറ്റവും വലിയ റിക്രൂട്ടർ ടൂൾ എന്ന് പറയുന്നത്. ലിങ്ക്ഡിനകത്ത് പലർക്കും നമ്മുടെ നാട്ടിൽ പ്രൊഫൈൽസ് ഇല്ല. അത് വലിയൊരു ഡ്രോബാക്ക് ആണ്. ഒരു ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ കയറി കഴിയുമ്പോഴൊക്കെയാണ് പലരും ലിങ്ക്ഡിനെ പറ്റിയിട്ട് ആലോചിക്കുന്നതും ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഇടുന്നത്. ഒരുപക്ഷെ സീനിയേഴ്സ് ആണെങ്കിൽ ഒരു വളരെ സീനിയർ ആയിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, ഞങ്ങൾക്ക് ഇത്ര സീനിയർ ആയില്ലേ, എന്തിനാണ് ഞങ്ങൾ ഇനി വീണ്ടും ലിങ്ക്ഡിനിലേക്ക് കയറുന്നത് എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ട്. അത് മാറുന്നത് വളരെ നല്ലതായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രി വളരെ ഫാസ്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ഇൻഡസ്ട്രിയിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. നമ്മൾ ഇൻഡസ്ട്രി ട്രെൻഡ്സുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം, ഇൻഡസ്ട്രി ടെക്നോളജീസുമായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ലിങ്ക്ഡിനിൽ എല്ലാവരും പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പണ്ടത്തെ പോലെ നമ്മൾ ജോബ് ആപ്ലിക്കേഷനോ മെയിലോ ഒന്നും അല്ല ഇവരാരും ചെക്ക് ചെയ്യുന്നത്. ഇവരൊക്കെ ലിങ്ക്ഡിൻ്റെ അകത്ത് കയറും, ലിങ്ക്ഡിൻ്റെ അകത്ത് പ്രൊഫൈൽ ലിസ്റ്റഡ് ആണോ നോക്കും, ലിങ്ക്ഡിൻ്റെ അകത്ത് കയറും, ആൾക്കാരെ സെർച്ച് ചെയ്യും. ആ ആൾക്കാരുടെ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ലിങ്ക്ഡിനിൽ അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ലിങ്ക്ഡിനിൽ ഒരാളെ നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യാം, കൈൻഡ് ഓഫ് നമ്മൾ ഈ ഗൂഗിളിനകത്തൊക്കെ റിവ്യൂ കൊടുക്കുന്നത് പോലെ. അപ്പം ഈ റെക്കമെൻഡേഷൻസ് അവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിക്രൂട്ടേഴ്സ് നോക്കും റെക്കമെൻഡേഷൻസിൽ എന്തൊക്കെ എഴുതിയേക്കുന്നത്, എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, അവരുടെ സ്കിൽസ്, എൻഡോഴ്സ്മെന്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലിങ്ക്ഡിനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, നല്ലൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കുക. രണ്ട്, ലിങ്ക്ഡിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് റെക്കമെൻഡേഷൻസ് മേടിച്ചു വെക്കുക. മൂന്ന്, എൻഡോഴ്സ്മെന്റ്സ്, സ്കിൽസ് ആൻഡ് എൻഡോഴ്സ്മെന്റ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മേടിച്ചു വെക്കാൻ നോക്കുക. അപ്പം അതിനൊരു പ്രോപ്പർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ എടുക്കുക. എന്തിനാണ് ലിങ്ക്ഡിൻ എന്നുള്ളത് ഞാൻ മുമ്പോട്ട് നോക്കറിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയും. അപ്പോൾ നമ്മളിപ്പോൾ ലിങ്ക്ഡിൻ്റെ കാര്യം പറഞ്ഞു. ഇനി നമുക്ക് നോക്കറിയിൽ ഒരു പ്രൊഫൈലോ, നോക്കറിയിൽ എന്തെങ്കിലും പ്രൊഫൈല് ഞാൻ പറഞ്ഞുതരാം. നോക്കറിയിലും ഇതുപോലെ റിക്രൂട്ടേഴ്സ് കയറി എടുക്കും. റിക്രൂട്ടേഴ്സ് കയറിയിട്ട് നോക്കറിയിൽ പ്രൊഫൈൽ സെർച്ച് ചെയ്യും. എങ്ങനെ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് ദീസ് സ്കിൽ സെറ്റ്സ്, ഇന്ന സ്കിൽ സെറ്റ് ഉള്ള ആൾക്കാരെ നോക്കറിയിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ നോക്കറിയിലും ഇതുപോലെ പ്രൊഫൈൽസ് ആൾക്കാരെ സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ നോക്കറിയിൽ നിങ്ങളുടെ പ്രൊഫൈൽ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു പ്രൊഫൈല്, പ്രോപ്പർ കീവേഡ്സ്, ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ആ പ്രൊഫൈൽ ഇട്ടു. ഇനി നിങ്ങൾ അതിൻ്റെ അകത്ത് പ്രൊഫൈൽ ഇട്ടു എന്ന് വിചാരിക്കുക. നിങ്ങൾ ഇനി ആരാണ് വിളിക്കാൻ പോകുന്നത്? ഈ നോക്കറിയിലൊക്കെ എന്തിനാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കറിയിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ പറയുന്ന ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈൽ വിസിബിൾ ആവുള്ളൂ. റൈറ്റ്? നിങ്ങൾ വിളിക്കുന്ന റിക്രൂട്ടേഴ്സ് ആവണമെന്നില്ല. ഇപ്പൊ വലിയ വലിയ കമ്പനികൾ എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു 1000, 1500 അല്ലെങ്കിൽ 500 മേലെ എംപ്ലോയീസ് ഉള്ള കമ്പനീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പലപ്പോഴും റിക്രൂട്ട്മെന്റ് വെൻഡേഴ്സിനെ, റിക്രൂട്ട്മെന്റ് ഏജൻസികളെ ഏൽപ്പിക്കും. ഓക്കെ, ഇവരെന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പ്രൊഫൈൽ എവിടെയെങ്കിലും ഇവർക്ക് കണ്ടാലാണല്ലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇവരെല്ലാവരും കയറി തപ്പുന്ന ഒരു വൺ ഓഫ് ദ ടോപ്പ് പ്ലാറ്റ്ഫോമാണ് നോക്കറി. ഒരുപക്ഷെ ലിങ്ക്ഡിനെക്കാട്ടും കൂടുതൽ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസികൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നോക്കറിയാണ്. നോക്കറിയിൽ നിർബന്ധമായും നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാവണം. നോക്കറിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലിസ്റ്റിംഗ് എടുത്ത് അതിൻ്റെ അകത്ത് റെസ്യൂമേ ആയിട്ട് ആൾക്കാരെ നിങ്ങൾ നോക്കും. എന്നിട്ട് അതെടുത്ത് ഈ റിക്രൂട്ട്മെന്റ് ഏജൻസീസ് കമ്പനികൾക്ക് അയച്ചു കൊടുക്കുന്നു. കമ്പനികൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ വരുന്നു. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് പോസിബിലിറ്റി കേട്ടോ. ഇങ്ങനെ നമ്മൾ നോക്കറിയിലൊക്കെ എന്തിനാ, ഞാൻ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ കമ്പനി അങ്ങനെ വിളിച്ചോളും. ഇല്ല, കമ്പനിക്ക് പക്ഷേ ഒരു ദിവസം ഒരു പോസ്റ്റിലേക്ക് വരുന്ന 1500 തൊട്ട് 2500 ആപ്ലിക്കേഷൻസ് വരാൻ. നിങ്ങളൊരു സാധാരണ റിക്രൂട്ടർ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എങ്ങനെ ഈ ഒരു 1500, 2500 പ്രൊഫൈൽസിലേക്ക് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയും വന്നതുപോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിങ്ങളുടെ പ്രൊഫൈൽസിന് ഒരു അറ്റൻഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ കാര്യം നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി നൗക്കറി മാത്രമല്ല, നൗക്കറി പോലെ ഇഷ്ടംപോലെ ജോബ് ബോർഡ്സുകളുണ്ട്. ഈ ജോബ് ബോർഡ്സിലൊക്കെയും നിങ്ങൾ പ്രൊഫൈൽ ഉണ്ടാക്കുക. നൗക്കറി ഉണ്ട്, ഫൗണ്ടിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ലിങ്ക്ഡിൻ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു 100 കണക്കിന് അപ്ന ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ പ്ലാറ്റ്ഫോംസിലൊക്കെ നിങ്ങൾ പ്രൊഫൈൽ ലിസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഒരു ATS എന്നാണ് വിളിക്കുക. ഓക്കെ, ATS ആണ് ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം. ഈ ആപ്ലിക്കേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വഴിയാണ് നിങ്ങളുടെ പ്രൊഫൈൽസ് ഒക്കെ ഷോർട്ട് ലിസ്റ്റഡ് ആകുന്നത്. അതൊരു റോബോട്ടായിട്ട് കാണാം അല്ലേ? ഇപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ AI ഒക്കെ യൂസ് ചെയ്തിട്ട് അവരത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? AI നമ്മൾ പ്രോംപ്റ്റ് കൊടുത്ത് റിക്വയർമെന്റ് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ റിക്വയർമെന്റിന് പറ്റിയിട്ടുള്ള ആൾക്കാരെ ആ സിസ്റ്റം തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. സിസ്റ്റം ഷോർട്ട് ലിസ്റ്റ് ആണെങ്കിൽ അവിടെ എന്താ വേണ്ടത്? നിങ്ങൾ ഏത് ജോലിക്കാണോ അപ്ലൈ ചെയ്യുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജോബ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾ തന്നെ കുറച്ച് കീവേഡ്സ് മാർക്ക് ചെയ്ത് നോക്കുക. ആ കീവേഡ്സ് നിങ്ങളുടെ റെസ്യൂമയ്ക്കകത്ത് ഉണ്ടാവണം. ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും റെസ്യൂമെ സോഫ്റ്റ്വെയർസ് വെച്ച് ഉണ്ടാക്കരുത്. സോഫ്റ്റ്വെയർസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേർഡൊന്നും അല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓട്ടോമാറ്റിക് ആയിട്ട് റെസ്യൂമെ ബിൽഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്തിരിക്കുക. അതൊട്ടും ATS കമ്പാറ്റബിൾ അല്ല. നിങ്ങളുടെ റെസ്യൂമെ ലിസ്റ്റിംഗ് വരാൻ സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ വേർഡിൽ ടൈപ്പ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കീവേഡ്സ് പ്രോപ്പറായിട്ട് അത് മാച്ച് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആ കീവേഡ്സ് കറക്റ്റായിട്ട് സിസ്റ്റം ക്യാപ്ചർ ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈൽ ഫ്രണ്ടിൽ കയറി വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നും കൂടെ റാപ്പ് ചെയ്യാം.
ഒന്ന് നല്ലൊരു പ്രൊഫൈല് എവിടെയൊക്കെ ഉണ്ടാക്കുക, ലിങ്ക്ഡിനിൽ ഉണ്ടാക്കിയിടുക, നൗക്കറിയിൽ ഉണ്ടാക്കിയിടുക, ഇതുപോലത്തെ ജോബ് ബോർഡ്സിലൊക്കെ ഉണ്ടാക്കിയിടുക. നല്ലൊരു പ്രോപ്പർ റെസ്യൂമെ ഇൻ ഹാൻഡിൽ വെക്കുക. അതുപോലെ തന്നെ പല പല ജോബിന് വേണ്ടിയിട്ട് ഒറ്റ റെസ്യൂമെ യൂസ് ചെയ്യാണ്ട് റെസ്യൂമേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കസ്റ്റമൈസ് ചെയ്യാൻ നോക്കുക. ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് പ്രോപ്പറായിട്ട് ഇടാൻ നോക്കുക. ഈ എല്ലാ പ്ലാറ്റ്ഫോംസിനും പ്രസൻസ് വേണം. എന്നാലേ നമുക്ക് ഈ ഒരു കോൾസ് ഒക്കെ വരാനായിട്ട്, നമുക്ക് കൂടുതൽ കോൾസ് വരാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനി അടുത്ത കാര്യം, എങ്ങനെയാണ് റിക്രൂട്ടേഴ്സുമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്യാം? സി, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവരെ വിളിക്കാൻ ശ്രമിച്ചാലോ മെസ്സേജ് അയക്കാൻ ശ്രമിച്ചാലോ അവരെ പെട്ടെന്ന് അങ്ങനെ കിട്ടണമെന്നില്ല. ഫോർ ദ റീസൺ ബീങ്, ഇവർ ഭയങ്കര ബിസി ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂൾ ഉണ്ട് റഫറൽസ്. റഫറൽ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ അകത്ത് തന്നെ ഉള്ള എംപ്ലോയി നിങ്ങളെ അവിടെ നിങ്ങളുടെ പ്രൊഫൈൽ എത്തിക്കാനായിട്ട് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ അറ്റൻഷൻ സീക്കിംഗ് ആവും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കപ്പെടും. ഈ റഫറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുക, എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾ വന്നിട്ട് പറയുകയാണ്, അക്ഷയ് നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് കണ്ടു, നിങ്ങൾ എന്നെ ഒന്ന് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാമോ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ റെസ്യൂമെ മേടിച്ചിട്ട് അവിടെ കറക്റ്റായിട്ട് HR-ൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ അവിടെ ഫോളോ അപ്പ് ചെയ്യിപ്പിക്കും. ഇനി ഫോളോ അപ്പ് ചെയ്യിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ റഫറൽ ബോണസ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കമ്പനി എനിക്ക് പേ ചെയ്യും. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് അവിടെ ജോലിയും കിട്ടും, എനിക്ക് പേയ്മെന്റും കിട്ടും എന്നുള്ളതാണ്. റഫറൽസ് ഇന്നത്തെ കാലത്ത് ഒരുപാട് എംപ്ലോയീസ് ചെയ്യാറുണ്ട്. അപ്പം അതും കൂടെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങളുടെ പ്രൊഫൈൽസ് ആ കമ്പനിയിലുള്ള ആർക്കെങ്കിലും കൊടുത്ത് നിങ്ങൾ ഈ പ്രൊഫൈൽ എത്തിക്കാൻ നോക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ലിങ്ക്ഡിനിൽ പോവുക, ആ കമ്പനിയുടെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയിൽ ആരെങ്കിലും ഒക്കെ തപ്പിപ്പിടിക്കുക, പലരുമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് അവർക്കൊക്കെ നിങ്ങൾ പറയുക, നിങ്ങൾ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് ഒരു റഫറൽ ഇടണം, ആ റഫറൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മെസ്സേജ് അയക്കുക, നിങ്ങൾ റഫറൽ മേടിക്കുക. ഓക്കെ, സോ ഇത് അടുത്തൊരു വഴിയാണ്. ഇത് വളരെ നന്നായിട്ട് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, റഫറൽ ആയതുകൊണ്ട് ഒരുപാട് പേര് ചെയ്യുകയും ചെയ്യും. ഈ റഫറൽസ് അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാത്തൊരു വഴിയാണ്. പ്രോബ്ലി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു ജോബിലേക്ക് ലാൻഡ് ചെയ്യാനത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.